ഹലോ ഗായ്സ്, വെൽക്കം ടു തല്ലുപള്ളി ഡേ 2 ലക്ഷ്യയുടെ വ്ളോഗാണ് നമ്മളെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിർമ്മല കോളേജിൻ്റെ ബ്ലൂ പ്രിൻറ്റ്. ഫ്രണ്ടിൽ തന്നെ കുറേ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ കോളേജസ് ആയ കാരണം ഞാൻ തന്നെ നേരത്തെ തന്നെ എത്തി. അവിടെ സ്കാനിങ് ആണ് മെയിൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ട പരിപാടി സ്റ്റെപ്പ് വിത്ത് സിങ്. സെൻറ്ററിൽ നമ്മളൊരു സാധനം വയ്ക്കും, അപ്പുറം ഇപ്പുറം ആൾക്കാർ ഡാൻസ് കളിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് സ്റ്റേജിൻ്റെ ബാക്കിൽ വിനീത് ശ്രീനിവാസിൻ്റെ പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോണേ. അതുകൊണ്ടും മെയിൻ സ്റ്റേജ് പണിതയാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് മോട്ടോ ഷോ. അപ്പോൾ ഗേൾസും ബോയ്സും എല്ലാവരും അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. മോട്ടോ ഷോ കാണാൻ കുറച്ച് ആൾക്കാരൊന്നല്ല, നിർമ്മല ഫുള്ള് നിറഞ്ഞു. മോട്ടോ ഷോയ്ക്ക് അത്രയ്ക്കും ആരാധകരുണ്ടായിരുന്നു. മോട്ടോ ഷോ അവിടെ നടക്കേണ്ട ഇടയിൽ തന്നെയാണ് അവിടെ എക്സിബിഷൻ ഹാൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെക്കാനിക്കലിൻ്റെ എക്സിബിഷൻ ഹാൾ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വീഡിയോ എടുത്തു. അവിടെ എന്തോ ഗെയിംസൊക്കെ ഉണ്ട്, ഹോട്ട് വീൽസിൻ്റെ ഗെയിംസ്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതാണ് മോളിത്തെ വ്യൂ, എങ്ങനെയാണ് മോട്ടോ ഷോ നടക്കുന്നത്. പ്ലേറ്റ്ഫോമിലാണ് വീഡിയോ എടുക്കുന്നത്. വെയിലായി തുടങ്ങി, അപ്പോൾ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. കാരണം നല്ല ചൂടത്തും ആൾക്കാർ കൂടുന്നത് വള്ളിപ്രാന്തന്മാരായിക്കൊണ്ട് മാത്രം. വിശപ്പ് തുടങ്ങി. അപ്പം തന്നെ ഞാൻ പോയി ഫ്രൈഡ് റൈസും പോയി കഴിച്ചു. പിന്നെ അവിടെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ 20 രൂപയാണ് ഗെയിംസ്. അപ്പോൾ നമ്മൾ 2 ഗെയിംസും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ 2 നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ പാർട്ടിസിപ്പേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അവിടെ റോബോട്ടിക് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലോഗോ ചലഞ്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നേരെ ചായ പ്രൊജക്റ്റിൽ നമ്മുടെ ക്യാൻറ്റീനിൽ അവിടുത്തെ നമ്മുടെ നിർമ്മലയിൽ തന്നെ പിള്ളേർ നല്ല ഡാൻസും ഷോ, പിന്നെ പാട്ട്, മ്യൂസിക് ഷോ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാൻറ്റീൻ ഫുള്ള് നിറഞ്ഞു, നിർമ്മല നിറഞ്ഞു. അപ്പം തന്നെ തൊട്ടപ്പുറത്തെ മാജിക് ഷോ തുടങ്ങി. നമ്മുടെ ബിഗ് ബോസിലത്തെ ഒരു ആളായിരുന്നു. വിനീത് ശ്രീനിവാസിൻ്റെ പരിപാടി കാണാൻ പുറത്തുനിന്നും കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ബോയ്സ് ഗേൾസ് 2 ലൈൻ ബോയ്സിനും 1 ലൈൻ ഗേൾസിനും 1 ലൈൻ കോളേജ്, അതർ കോളേജ്. ഇതായിരുന്നു ക്രൗഡ് ഫുള്ള്. അത്രയ്ക്കും പരിപാടി. കുറേ നേരം 1.5 മണിക്കൂറുടെ വെയിറ്റ് എന്നിട്ടാണ് എനക്കാൻ തുടങ്ങി. ഫസ്റ്റ് അപ്പം ഗേൾസിനാണ് മുന്നിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് ബോയ്സിനെ കയറ്റുന്നത്. നമ്മൾ നേരെ ചെന്ന് കുറേ പേര് ഓടിച്ചെന്നു. കാരണം എന്താ, ഫ്രണ്ടിൽ പോയി സീറ്റ് കിട്ടാൻ, മറ്റേ സെൽഫിയൊക്കെ എടുക്കാൻ. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി. നമുക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ ഗ്ലാസ് വെള്ളം എടുത്തു, ലേസ് വാങ്ങിച്ചു. ഇതാണ് സ്റ്റേജ് വ്യൂ. അപ്പോൾ
നമ്മൾ വീഡിയോ എടുത്തു. ഇപ്പം നൈറ്റ് ഒരു 5:30 ടൈം അപ്പോഴത്തെ ഒരു വിഷ്വലാണ് ആമ്പിളൊന്നും പാടുന്നില്ലല്ലോ. അവിടെ സ്വന്തം കൂട്ടുകാരൻ്റെ കാലൊടിഞ്ഞ കാരണം അവിടുത്തെ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടിയിട്ട് അവനെ ആഘോഷിക്കുക. അതാണ് നൻപൻ. പരിപാടി കളറായിരുന്നു. അപ്പോൾ 9 മണിയായിരുന്നു പരിപാടി. അപ്പോൾ നിർമ്മലയിൽ ഫുള്ള് കാറും ബൈക്കും ഒക്കെ നിറഞ്ഞു. അപ്പോൾ ഡേ 2 കംപ്ലീറ്റ് ആയി. നമ്മൾ കോളേജസിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡേ 3 കോളേജ് ഡേ. നമ്മുടെ ഡ്രസ് കോസ്റ്റ്യൂം ഇതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു. ഇതാണ് നിർമ്മലയുടെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ നിർമ്മലയുടെ എൻട്രൻസ് കാണിച്ചു. ഇതാണ് ബാക്ക് സ്റ്റേജിൻ്റെ വ്യൂ. ഉച്ചയ്ക്കാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. അവിടെ ഗ്രാജുവേഷൻ്റെ പരിപാടിയായിരുന്നു, സമ്മാനദാനം. സോ നമ്മൾ ഉള്ളിൽ കയറി. കാരണം അവിടെ AC ആണ്. ഈ ചൂടത്ത് പുറത്തിരിക്കണത് നല്ലത് ഇതിൻ്റെ ഉള്ളിലിരിക്കണത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്തിറങ്ങി. ഇനി വീണ്ടും നമുക്ക് ഉള്ളിൽ കയറണം. നമ്മൾ സ്കാൻ ചെയ്യണം. ഇന്നലത്തെ പോലെ അല്ലായിരുന്നു. ഇന്ന് ആൾക്കാർ കുറവായിരുന്നു. കാരണം ഇന്ന് അനു സിത്താരയുടെ പരിപാടിയായിരുന്നു. സോ അത്രയ്ക്കും ആൾക്കാരില്ല. ഇതാണ് ആൾക്കാരുടെ തിരക്ക്. ആൾക്കാരൊന്നും കുറവാണ്. കാരണം ഇന്നലെ വിനീത് ശ്രീനിവാസൻ്റെ പരിപാടിക്ക് 1 ഇഞ്ച് സ്ഥലം വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഇന്ന് കുറേ പേര് കുറവാണ് വന്നത്. അപ്പോൾ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. ആൾ ലൈക്കൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ആൾ ചില്ലാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ. അപ്പോഴേക്ക് എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പം നേരെ ഞാൻ ചിക്കൻ ബിരിയാണി കാണിച്ചു. കുഴപ്പമില്ല. ഗസ്റ്റിനിരിക്കാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ സീറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും സ്റ്റുഡൻസ് ഇരിക്കാൻ പറ്റില്ല. അതെന്ത് നിയമമാണ്. ഇതാണ് നിർമ്മലയുടെ നൈറ്റ് വ്യൂ. അപ്പോൾ നിർമ്മല ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനെ മെയിൻലി നിർമ്മല കോളേജിലേക്ക് വരാത്തവർക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗായ്സ്.